നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓണം ആഘോഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ 1000 സമ്പൽ സമൃദ്ധിയുടെ ഓണാശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മളൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CTVയുടെ പ്രോഗ്രാമിൽ വെച്ചിട്ട് നമ്മുടെ മമ്മൂക്ക, നമ്മുടെ മലയാളത്തിന്റെ ഹാസ്യ നടനും വില്ലനുമായിട്ടൊക്കെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുള്ള ഒരു പ്രതിഭ തന്നെയാണ് നമ്മുടെ ജനാർദ്ദനൻ ചേട്ടൻ. ജനാർദ്ദനൻ ചേട്ടന് അവാർഡ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മയിലില്ല. ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹം നമ്മുടെ മുമ്പിൽ പകർന്നാടിയിട്ടുണ്ട്. ആ ഒരു അവാർഡ് വേദിയിൽ മമ്മൂക്ക ജനാർദ്ദനൻ ചേട്ടനെ കുറിച്ചിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് വൈക്കംകാരനാണ് ജനാർദ്ദനൻ ചേട്ടനും. അപ്പൊ മമ്മൂക്ക സിനിമയിലേക്ക് വരുന്ന സമയത്ത് ജനാർദ്ദനൻ മറ്റു പല സഹപ്രവർത്തകരോടും പറഞ്ഞ് എൻ്റെ നാട്ടിൽ നിന്നും ഒരാളും കൂടെ അഭിനയ രംഗത്തേക്ക് വരുന്നുണ്ട്, ഇതാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു മൊമെന്റ് മമ്മൂക്ക ആ ഒരു വേദിയിൽ വെച്ച് പറഞ്ഞപ്പോഴത്തേക്ക് സുകുമാരന്റെ ഭാര്യ, പ്രത്യേക അതിന്റെ അമ്മ മല്ലിക സുകുമാരനും ആ ഒരു വേദിയിലുണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും മമ്മൂക്കയാണ് അന്ന് ആ ഒരു വേദിയിൽ വെച്ചിട്ട് മൊമെന്റോ കൈമാറിയത്. ആ ഒരു നിമിഷം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഒരു സീൻ നമുക്ക് ഇപ്പോഴും എന്റെ കണ്ണിൽ ഇരിപ്പുണ്ട്. കാരണം മമ്മൂക്ക ജനാർദ്ദനൻ ചേട്ടനെ ഇങ്ങനെ ഉമ്മ കൊടുക്കുന്നു, കവളിൽ ഉമ്മ കൊടുക്കുമ്പോഴത്തേക്ക് വളരെ വികാരഭരിതനായിട്ടായിരുന്നു മമ്മൂക്കയെ കുറിച്ചിട്ട് ജനാർദ്ദനൻ ചേട്ടൻ ആ ഒരു പൊതുവേദിയിൽ ഇത് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇന്ന് മല്ലിക സുകുമാരൻ എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ സുകുമാരനും മമ്മൂക്കയും തമ്മിൽ എങ്ങനെയായിരുന്നു, ഇവരുടെ ഫാമിലി ആയിട്ട് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഇന്റർവ്യൂ കൈരളി TVക്ക് നൽകിയിരുന്നു. ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം. മലയാളിയുടെ ഏറ്റവും അടുത്ത പോസ്റ്റ് എന്ന് വെച്ചാൽ മമ്മൂക്കയെ കുറിച്ചായിരുന്നു അല്ലേ? സുഖുവേട്ടന്റെ കാലം തൊട്ടേ ഉള്ള ഒരു ആത്മബന്ധമാണ് അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഈയിടെ ഒരു CTVയുടെ ഒരു ഫംഗ്ഷന് പോയിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു മെമെന്റോ ഒക്കെ തന്നപ്പോ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വരുന്നുണ്ടെന്ന് കേട്ടപ്പോഴേ എനിക്ക് സന്തോഷമായി. പിന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് എനിക്കൊരു മെമെൻറ്റോ ധരിച്ചു. അതെനിക്ക് എഴുതാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ശത്രുക്കൾ എന്തോ പറയട്ടെ, ഞാൻ സ്ഫോടനം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ ഞാനും സുഖേട്ടനും കൂടെ പോകുമ്പോൾ അന്ന് സുഖേട്ടനെ പടയോട്ടത്തിൽ ബുക്ക് ചെയ്യാൻ നവോദയ അപ്പച്ചൻ സാർ റൂമിൽ വന്നു. അപ്പോൾ സുഖേട്ടൻ എടുത്ത പോലെ പറഞ്ഞു, എൻ്റെ അപ്പച്ച ഞാൻ ഈ കുടുമയൊക്കെ വെച്ച മഹാ ബോറായിരിക്കും കാണാൻ. അദ്ദേഹം പറഞ്ഞ വാചക അങ്ങനെ സംസാരം മിടുക്കൻ ഒരാൾ വന്നിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിക്കും, നല്ല ശബ്ദം, ഡെഫിനറ്റാണ് ഭാവിയിൽ ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആയിരിക്കും അദ്ദേഹം. അപ്പം ഞാൻ വിചാരിച്ചത് സുഖം അങ്ങനെ ഇങ്ങനെയൊന്നും ആരെക്കുറിച്ച് പറയാറില്ലല്ലോ, ഇതാരാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് വിളിക്കാം എന്ന് പറഞ്ഞിട്ട്, മമ്മൂട്ടിക്ക് ഓർമ്മയുണ്ടോ എനിക്കറിയില്ല, ഒരു പിങ്ക് ടവലും ഒക്കെ പുതച്ച് മമ്മൂട്ടി കയറി വരിക. അപ്പം ഞാനും അന്നാണ് ആദ്യമായിട്ട് മമ്മൂട്ടിയെ കാണുന്നത്. അപ്പോൾ ഒന്ന് അപ്പച്ചാ ഞാൻ എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ സുഖം പറഞ്ഞ് പടയോട്ടത്തിൽ മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട്, നന്നായത്, കാരണം മമ്മൂട്ടിക്ക് പറ്റിയ വേഷം, ഹൈറ്റും എല്ലാം കൂടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ച് കണ്ടവ അന്ന് സുഖേട്ടൻ, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മനോരമ ആഴ്ചപ്പതിപ്പിലെങ്ങാണ്ട് ആത്മകഥ എഴുതിയപ്പോൾ സുഖേട്ടനെ പറ്റി എഴുതിയത് ഞാൻ വായിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നു. അപ്പോഴത്തേക്ക് ഞാൻ വായിച്ചു. എന്നാലും ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചു, ചേച്ചി കണ്ടായിരുന്നോ, കാരണം ഈ മലയാളം അത്യാവശ്യം വായിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹം വന്ന് ഈ മെമെൻറ്റോ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഈ ഓണത്തിന് സമയത്ത് ചോദിച്ചു എന്തെങ്കിലും നിരാശ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊന്നും നിരാശയില്ല. ഒറ്റ കാര്യം, എൻ്റെ സുഖേട്ടൻ പോയത് നിരാശയല്ല, ദുഃഖമാണ്. എൻ്റെ നേടിയതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ഞാൻ സന്തോഷിച്ച് അഹങ്കരിക്കാറുമില്ല. പക്ഷേ ഒരു സങ്കടപൂർവമായ ഒരു നിരാശ എനിക്ക് പറയാനുണ്ട്. കാരണം ഈ ടർബോ എന്ന് പറഞ്ഞ പടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു വേഷം ഞാനായിരുന്നു മമ്മൂട്ടിയോടെ ചെയ്യേണ്ടത്. 30 ദിവസത്തെ ഡേറ്റ് വാങ്ങിച്ചു. ആ സമയത്താണ് എനിക്ക് ഈ കാലിൽ ഇങ്ങനെ നീര് വന്നു, ചുവപ്പ് കളർ 1.5 മാസം. പക്ഷേ കാല് ഇങ്ങനെ തൂക്കിയിട്ടുകൊണ്ടിരിക്കുകയോ യാത്രയൊക്കെ ഒഴിവാക്കി റെസ്റ്റ് എടുക്കുക, കാലൊക്കെ പൊക്കി വെച്ച് കിടക്കുമ്പോഴും ഒരു പില്ലോ എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ ആ സമയത്താണ് ഈ 30 ദിവസം. എനിക്കെൻ്റെ ദൈവമേ, ഇരുന്നിരുന്ന് മമ്മൂട്ടിയോട് അഭിനയിക്കാനുള്ള ഒരു അവസരം ആ സമയത്ത് എനിക്കിങ്ങനെ വയ്യാതെ ഞാൻ ഒരുപാട് ഒരു വിഷമവും നിരാശയൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അതിലും നല്ലൊരു വേഷം വരുമായിരിക്കാം. പക്ഷെ നമുക്ക് പ്രായമായി വരികയല്ലേ, അതുകൊണ്ടുള്ള ഒരു ടെൻഷനായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് മമ്മൂട്ടിയാണ് മെമെൻറ്റോ തരുമ്പോൾ ഞാൻ സ്റ്റേജിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തിനുള്ള ബഹുമാനം എന്ന് പറയുന്നത് പല സന്നിഗ്ധ ഘട്ടങ്ങളിലും മമ്മൂട്ടി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ഇടപെട്ട് ആശ്വാസവാക്ക് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, അവരെ ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വർത്തമാന രീതി സോപ്പിട്ടുള്ള സംസാരം അത് അറിയാൻ വയ്യ. അത് ഇങ്ങനെയൊക്കെ പറയുന്നല്ലാതെ മനസ്സ് നമുക്കറിയാം. കാരണം സുഹൃത്തിന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, എടുത്ത് പിടിച്ച് എൻ്റെ കൂട്ടാൻ നാക്ക് വളയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് പെശകി പോകും, പക്ഷെ അത് 24 മണിക്കൂറിനുള്ളിൽ ഒന്ന് തന്നെ തിരുത്തുമെന്ന്. അപ്പോൾ സുഹൃത്ത് വലിയ കാര്യമായിരുന്നു മമ്മൂട്ടി പറഞ്ഞില്ല. അപ്പോൾ അത് കാരണം ഞാനത് അവിടെ പറഞ്ഞു സ്റ്റേജിൽ. അപ്പോൾ എൻ്റെ ഒരു പക്ഷേ ഇതൊരു നിമിത്തമായിരിക്കാം, ദൈവം തീരുമാനിച്ചാണ്. ആ നിരാശ ഇന്നിപ്പോൾ മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് മെമെൻറ്റോ വാങ്ങിച്ചപ്പോൾ എനിക്ക് തീർന്നു എന്നൊക്കെ ഞാനവിടെ പ്രസംഗിച്ചു. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് നമുക്കങ്ങനെ വേറൊരാളുമായിട്ട് ഉപമിക്കാനോ ഒന്നും പറ്റത്തില്ല. ഇപ്പം ആര് പറഞ്ഞു മമ്മൂട്ടി അന്നിങ്ങനെ അത് പറയും തമാശ, ഇപ്പം നമ്മൾ പറയുന്നില്ല ഇതെല്ലാം തമാശ, വേറെ അത് കേട്ടോ നിങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല പടമായിരുന്നു അങ്ങനെയൊക്കെ ചുമ്മാ പറയുന്നല്ലാതെ
അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ എൻ്റെ മക്കളോട് പറയാറുണ്ട്, എൻ്റെ മരണം വരെ മമ്മൂട്ടി സുഖമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത കണ്ട് അനുഭവിച്ച് ഞാൻ എപ്പോഴും പറയും സുഖം എന്തൊരു കാര്യമായിരുന്നു. സുഖേട്ടനും മമ്മൂക്കയും തമ്മിൽ ഒരു ആത്മബന്ധത്തെ കുറിച്ച് പറഞ്ഞു. അതുപോലെയാണ് പല ഫോട്ടോകൾ കാണുമ്പോൾ പൃഥ്വിയും ദുൽഖറും അല്ലെ. അതെ അയ്യോ പൃഥ്വി ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഇന്നലെ അവിടെ പോയിരുന്നു മമ്മൂക്കയുടെ ബിരിയാണി കഴിച്ചു. അപ്പൊ ഞാൻ ചുമ്മാ എനിക്ക് അസൂയ. അപ്പൊ ഞാൻ അവനോട് പറയും, ഓടാ ഞാനും അച്ഛനും ഒക്കെ എത്രയോ പത്തിരിയും ബിരിയാണിയൊക്കെ കഴിച്ചിരിക്കുന്നു, നീയൊക്കെ ഇപ്പോഴല്ലേ എന്നൊക്കെ ഞാൻ പറയും. അപ്പൊ പറയാം ദുൽഖർ ഫഹദ് ദുൽഖർ ഒക്കെ ഒരു വലിയൊരു ഒരു കമ്പനിയാണ്. എനിക്കൊന്ന് കാർ റൂമിലെ പറയാറുണ്ട് ദുൽഖർ വലിയ കാർ ഭ്രാന്തനാണ്. മല്ലിക സുകുമാരൻ അവരുടെ ജീവിതത്തിൽ മമ്മൂക്കായുമായിട്ടുള്ള ചില നല്ല മുഹൂർത്തങ്ങളാണ് പങ്കുവച്ചു. കാരണം സുകുമാരനും മമ്മൂക്കായും നല്ല സുഹൃത്ത് സുകുമാരനും മമ്മൂക്കായും നല്ല സുഹൃത്തുക്കളാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് ഇപ്പൊ പൃഥ്വിരാജ്, പിന്നെ ഫഹദ്, ദുൽഖർ സൽമാൻ, ഇവരുടെ ആ ഒരു ജനറേഷനിലുള്ള ഇവരുടെ ഒരു കൂട്ടുകെട്ടും ഇതുപോലെ തന്നെ നല്ല ആഴത്തിലുള്ള ബന്ധങ്ങളാണ്. മമ്മൂക്കായെ കുറിച്ച് കേൾക്കുമ്പോൾ അല്ലെ മമ്മൂക്കായെ കുറിച്ച് മറ്റുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു മമ്മൂക്ക സ്നേഹി, മമ്മൂക്കായെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കും ഒരുപാട് സന്തോഷം തന്നെയാണ്. എന്തായാലും ZTVയുടെ ആ ഒരു പ്രോഗ്രാമിൽ മമ്മൂക്ക ജനാർദ്ദനൻ ചേട്ടനോട് കാണിച്ച ആ ഒരു നിമിഷം അതിപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ മങ്ങാതെ കിടക്കുകയാണ്. കാരണം ആ മനുഷ്യൻ അങ്ങനെയാണ്. കാരണം അദ്ദേഹത്തെ ആരെന്തൊക്കെ പറഞ്ഞ് താഴ്ത്താൻ ശ്രമിച്ചാലും അദ്ദേഹത്തെ ആഴത്തിൽ അറിയുന്ന ഒരാൾ പോലും മമ്മൂക്കായെ കുറിച്ചിട്ട് ഒരു നെഗറ്റീവ് പോലും പറയാൻ കാണില്ല. അതാണ് ആ മനുഷ്യന്റെ ഹൃദയം തൊട്ടറിഞ്ഞിട്ടുള്ളവർ എന്ന് നമുക്ക് പറയാം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച.